ഹോയ് ഒത്തിരി ദൂരത്തോട്ട് ഒരു യാത്ര. ഇതൊരു വ്ളോഗ് ആക്കണമെന്നോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആക്കണമെന്നോ ചിന്തിച്ചതല്ല. ആ ഒരു പോക്കിൻ്റെ ഇടയിൽ കിട്ടിയ ഭംഗിയുള്ള ചില മൊമെൻറ്റ്സ് ഞാൻ ചുമ്മാ ക്യാമറയിൽ പകർത്തിയാണ്. പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തോന്നുന്നു അതിനൊക്കെ ഒന്ന് ഒരു രത്നച്ചുരുക്കമാക്കി ഒരു വീഡിയോ ആക്കിയാലോ. അങ്ങനെ കുറച്ച് വീഡിയോസാണ് ഈ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്ഥലം മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലർക്ക് മനസ്സിലാവും. ഹിൽ സ്റ്റേഷൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മലയും കുന്നൊക്കെ കയറി അങ്ങനെ ഞാനും പൊക്കമുള്ളൊരു സ്ഥലത്തെത്തി. എന്തിനാണെന്നല്ലേ ഇപ്പം കാണാം. ഇത് ഈ ഇരിക്കുന്ന ആളൊക്കെ ഉണ്ടോ? ഇതാണ് ആരതി. ബി.എഡ് ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല സൗഹൃദങ്ങളിൽ രണ്ടുപേരുണ്ടായിരുന്നേ. ശില്പയും കൂടെ ഉണ്ട്. ശില്പനെ വീഡിയോ എടുത്തില്ല. അതിലൊരാളാണ് ആരതി. ശില്പയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞു. അപ്പോൾ ഇത് ജിഷ്ണു, ആരതിയുടെ ചെക്കൻ. ഈ ഒരു മൊമെൻറ്റ് ഞാൻ എന്തോ ഒരു ഓളത്തിന് അന്ന് കല്യാണത്തിന് ക്യാപ്ചർ ചെയ്തതാണ്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ കിടക്കട്ടേന്ന് തോന്നി. എന്തൊരു രസമല്ലേ ഒരു മൊമെൻറ്റ്. ഒരച്ഛൻ്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ പൂവണിയുന്നൊരു സമയമല്ലേ മകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ ഒരു മൊമെൻറ്റ് കാണുമ്പോൾ. ഒരുപാട് ഇമോഷൻസ് ഒരുമിച്ച് ചേർന്നൊരു മൊമെൻറ്റ്. ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇവരുടെ ഫാമിലിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഒരു ഫ്രണ്ടായിട്ട് ചെന്നു ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഭയങ്കര സുഖമായിരുന്നു. ഇവരുടെ കസിൻസും ബ്രദേഴ്സും എല്ലാം അടിപൊളി ഒരു കല്യാണമായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ പോയൊരു സ്ഥലമാണിത്. നോക്കുമ്പോൾ മൊത്തം അരിനെല്ലിക്ക ഉണ്ടായി നിൽക്കുവാണ്. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതവസ്ഥ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അരിനെല്ലിക്ക. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പും ഒത്തിരി പറമ്പുള്ളൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാനും എനിക്ക് നടന്നു കാണാനും ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെന്നാണെന്നറിയോ? മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഏലത്തിന് പോവാണ് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നത് എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായിരുന്നു. പിന്നെ അത് മൂത്ത് കഴിഞ്ഞ് അത് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും. ഞാൻ ആ പറമ്പ് മൊത്തം തെണ്ടി നടക്കുമായിരുന്നു. അപ്പോൾ അവിടെയുള്ളവരൊക്കെ വിചാരിച്ചിട്ടുണ്ടോ ഈ ചെക്കൻ എന്താണ് സത്യത്തിൽ. ഞാൻ മൊത്തം അവിടുത്തെ കണക്കെടുക്കുമായിരുന്നു. മൊത്തം നോക്കി നടന്ന് അങ്ങനെ കുരുമുളകും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ കൃഷിയൊക്കെ ചെയ്ത് ഇടയിൽ കൂടെ ചക്കയുണ്ട്, മാങ്ങയുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. പിന്നെ എൻ്റെ കണ്ണിപ്പെട്ടതാ ഇവിടുത്തെ വാഴയ്ക്കൊക്കെ എന്നെ ഇത്രയും വലുപ്പമെന്ന് നോക്കിയൊക്കെ. എന്തൊരു സൈസുള്ള വാഴയാണെന്നറിയോ? അതിങ്ങനെ ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇത് ഭയങ്കര വലിയ വാഴ. കദളിയാന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. ആണെന്ന് തോന്നുന്നു. ഭയങ്കര സൈസ് വാഴയ്ക്ക്. അപ്പം എന്നെക്കാളും വലിയൊരു വാഴയെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം. അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഒരു കുറുക്കനെ ഞാൻ കണ്ടുപിടിച്ചു. കുറുക്കനല്ല, അത് ഈ സാധനത്തിന് എന്താണെന്ന് മനസ്സിലായോ? അത് ഞാൻ കുറേ ഇട്ടിങ്ങനെ നോക്കിയേ. പിന്നെ അവർ പറഞ്ഞു തന്നു, ഇതാണ് നമ്മുടെ രാത്രി ഉറക്കം കെടുത്തുന്ന നമ്മളെ വല്ലാണ്ട് ശല്യം ചെയ്യുന്ന ആ ഭീകരൻ. ഇത്തിരി പൊടിയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടപ്പോൾ വലുതായിട്ട് തോന്നി കേട്ടോ. പിന്നെ അടുത്തെത്തി നോക്കുമ്പോൾ ഇത് ഇച്ചിരിയേ ഉള്ളൂ. പക്ഷെ ഇതുണ്ടാക്കുന്ന ഒരു സൗണ്ട് എൻ്റെ പൊന്നേ. അവിടെ രാത്രി കഴിക്കാൻ ഇതിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കാനുള്ളൂ. അവസാനം നമ്മൾ അതിനെ കണ്ടെത്തി ഗൈസ്. എന്താണ് ചീവിയുടെ ഇത് കണ്ടോ? തക്കാളിയുടെ മിനിയേച്ചർ. പിന്നെ അവിടെ നിറച്ച് മൾബറി ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു പിന്നെ കുറേ കൊഴിഞ്ഞു പോയെന്ന്. എന്നാലും എനിക്ക് വേണ്ടി കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് തിന്നു. മഴ പെയ്ത കാരണം കുഴപ്പമില്ല, ചെറിയൊരു പുളിയൊക്കെ ഉണ്ടായിരുന്നു ടേസ്റ്റ്. ഇതേണ്ട പച്ച റോസ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു പണ്ട് എപ്പോഴും ഊട്ടിയിൽ നിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. ഇവിടെ ഇങ്ങനെ കുറേ ചെടികളും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടുപിടിച്ചു ഗായ്സ് എനിക്ക് പറ്റിയ വേറൊരു സാധനം. ഇതേണ്ടേ വാട്ടർ ചാമ്പ എന്നൊക്കെ പറയും ഇതിനെ. ആപ്പിൾ ചാമ്പ എന്നും പറയുന്നു തോന്നുന്നു. പക്ഷേ പാകമായതൊന്നും കിട്ടിയില്ല, സമയമായില്ല. പക്ഷേ ഞാൻ നല്ല തിന്നു. പിന്നെ ദേ വാട്ടർ ലില്ലി, നമ്മുടെ ആമ്പൽപ്പൂ, ഇതും ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. എല്ലാം ഞാനിങ്ങനെ ആസ്വദിച്ചു ഗൈസ്. ഇത് പനിനീരാണോ എന്നിങ്ങനെ കൊലകൊലയായിട്ട് പോകുന്നുണ്ടായിട്ടുണ്ടായിരുന്നേ. അവിടെ റോസും ഒക്കെ കൂടി തണുപ്പായതുകൊണ്ട് എല്ലാം നന്നായിട്ടും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തോട് ഒരുപാട് സ്നേഹം വിളമ്പി തന്ന ഒരു ഫാമിലി. എനിക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ഞാൻ പോകുമ്പോൾ അവരിങ്ങനെ എന്നെ ബസ് കയറ്റി വിട്ട് ഞാൻ പോകുന്നവരെ നോക്കി നിന്ന്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുറമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഞാൻ ഈ ജനൽ തുറന്ന് നോക്കിയ സമയത്ത് കാണുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റിയില്ല, വേറെ വഴിക്കാൻ വന്നത്. തിരിച്ചു വരുമ്പോൾ ഈ ലൈറ്റ് മാത്രമേ ആക്ച്വലി കാണുന്നുള്ളൂ. പക്ഷേ ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിലെന്താണെന്നൊക്കെ തോന്നും. പക്ഷേ ആദ്യം കണ്ടതിൻ്റെയാണെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഹാപ്പി ഞാനത് കണ്ടപ്പോൾ. അതും കണ്ട് കുറേ നേരം അതിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കി നിന്നു. അങ്ങനെ ഞാൻ ഇതുവരെ കാണാത്ത ഒരു സ്ഥലവും അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് യാത്രയും പറഞ്ഞ് പയ്യെ ഞാൻ ആ മല ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു യാത്ര. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ എവിടെയാണ് സ്ഥലമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനിവേ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. ഇനിയും ഇങ്ങനത്തെയൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു. ഇതൊട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ സെറ്റ് ചെയ്ത ഒരു വീഡിയോ ആയിപ്പോയി. അതുകൊണ്ട് കുറേ മൊമെൻറ്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഉള്ള എന്തൊക്കെയോ വെച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയതാണ്. പക്ഷേ ലൈഫിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ തന്ന, ഓർമ്മകൾ തന്ന, നല്ല കുറേ മൊമെൻറ്റ്സ് തന്ന എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു യാത്ര. ഇതോടെ കിടക്കട്ടെ. എന്തായാലും ബൈ, ടേക്ക് കെയർ.